അപ്പോഴേ നമ്മൾ ഇന്നത്തെ പരിപാടി ഉണ്ടോ? ഓക്കെ, ഇത് കാടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. അത് പുല്ലാട്ടോ, ഒരു സൈസ് പുല്ല് വളർന്നിട്ട് കാടായിക്കാണ്. ഇതിൽ നമ്മളെ എന്താ പറയുക, പൊന്നാങ്കണ്ണി വരെ ഉണ്ട്. പൊന്നാങ്കണ്ണി പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പൊന്നാങ്കണ്ണി തന്നെയാണ്. പോട്ടെ, എന്തോട്ടെ. പക്ഷെ ഇവരൊക്കെ ഒന്ന് കരിച്ച് കളയാട്ടോ. ഇത് വെട്ടി മനുഷ്യൻ ആകെ കുടുങ്ങി. ഓക്കെ, നോക്കിയതാ ഇവിടെയൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ പിന്നെ ഇന്നലെ 2 ദിവസം കൊണ്ട് ഉമ്മ ശരിയാക്കി എടുത്താട്ടോ. ആ വീടുമൊക്കെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഒന്ന് നമ്മളിതിനൊക്കെ ഒന്ന് കരിച്ച് കളയാൻ പറ്റുമോ നോക്കണം. ഞാൻ ഇൻസ്റ്റയിൽ റീല് കണ്ടാട്ടോ, ഒന്ന് പ്രയോഗിച്ച് നോക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഒന്ന് സെറ്റാക്കാം. ആ മരുന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ കാണാത്തവർക്കാണ് വീഡിയോ. അതുമാത്രമല്ല, ഞാനിതൊന്ന് ചെക്കും കൂടി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ മിശ്രിതം ഒന്ന് ഇതിൽ കുറച്ച് തളിച്ച് നോക്കാം ആദ്യം. എന്നിട്ട് ഫുള്ള് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ മൊത്തത്തിൽ ഇവിടെ കാട് കരിച്ച് കളയാം കേട്ടോ. ആ മിശ്രിതം ഒന്ന് തയ്യാറാക്കട്ടെ. നമ്മളിന്ന് പുല്ലിനെ സെറ്റാക്കാൻ പോകട്ടോ. ഒരു കപ്പിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് എടുത്തിട്ടുള്ളത് കുറച്ച് എന്താ പറയുക, അലിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടൈം ആവും. എന്നാലും പൊടിപ്പിനേക്കാൾ ഫലം കൂടെ ഈ ഒരു സാധനക്കാരൻ നല്ല പവറിൽ ഉപ്പാണ്. പിന്നെ സോപ്പും പൊടി ഏതും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വിനാഗർ, സുർക്ക എന്നൊക്കെ പറയും. വിനാഗർ, സുർക്ക എന്നൊക്കെ പറയും. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അളവൊന്നും ഞാൻ പറയണില്ല, പിന്നെ നമ്മൾ കുറച്ച് തോനെടുക്കുക. ഏതായാലും പുല്ലിനെ സെറ്റാക്കാനല്ലേ. ഒരു 3-4 ടീസ്പൂൺ എടുത്തോളി. പിന്നെ നോക്കി ആ ഒരു ഏരിയ മൊത്തം സെറ്റാക്കാമല്ലോ കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടെസ്റ്റ് ഡോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നാളെ നോക്കും എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നോക്കും. അതിൻ്റെ ശേഷം ഇവിടെ സുർക്കയും സോപ്പും പൊടിയൊക്കെ ലോഡ് കണക്കിന് ഇറങ്ങിയിട്ട് മൊത്തത്തിൽ തൂത്ത് കളയുമ്പോൾ അതേപോലെ സോപ്പും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ലേശം എന്തെങ്കിലും കെമിക്കൽ സംഭവിക്കുമോ? സുർക്കഞ്ഞ ആവശ്യമുണ്ട് കണക്കില്ലല്ലോ. പുല്ല് പോയാൽ മതി, സുർക്കല്ലേലും കുഴപ്പമില്ലാതെ. ഓക്കെ, ഏറെക്കുറെ ഒരു 1-2-3 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കേട്ടോ. അതിൽ കാര്യമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ബോട്ടിലിൻ്റെ ഉള്ളിലാക്കണം. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫലപ്രദമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ബക്കറ്റിൽ കലക്കി അങ്ങോട്ട് പാരതിനെ. അപ്പോൾ ഓക്കെ, നമ്മളിത് മിശ്രിതം കലക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഈ ബോട്ടിലിന് മുകളിൽ ഇതേപോലെ ഒരു ഓട്ട 1, 2, 3, 4 ഓട്ട ആക്കാം. ഞാൻ 1 ആക്കിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് തോനെ ആവശ്യമുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദിഷ്ട സ്ഥലത്ത് പോയിട്ട് ഇത് അങ്ങനെ സ്പ്രേ ചെയ്യാം. ഓക്കെ, ഇതേ പുല്ലിവിടെ. അപ്പോൾ ഇതിനൊക്കെ ഒന്നിങ്ങനെ ഷുങ്കു ഇങ്ങനെ കാക്കി കൊടുക്കാം കേട്ടോ. ഇത് വെയിലുള്ള ഭാഗത്താണെങ്കിൽ പെട്ടെന്ന് ആവുന്നതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയണത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ അല്ലേ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഒന്നൊന്ന് സെറ്റാക്കി കൊടുക്കാൻ പോകാം കേട്ടോ. അതേപോലെ വെയിലുള്ള ഏരിയയും സെറ്റാക്കുന്നുണ്ട്. ഇവിടെ വെയിൽ കുറച്ച് കുറവാണ്, തണലാണ്. ഇതിൻ്റെ റിസൾട്ട് നാളെയായിട്ടേ വരുള്ളൂ, ഇന്നലെ വരില്ല. 2ാമത്തെ ദിവസം വരുള്ളൂ. പുല്ലൊന്ന് ഇതാണ്ടേ, പുല്ലിന് ശമനം വരണ്ടേ. ഇത് ഈ ഒരു ഏരിയ അല്ലേ, ഇതേ ഇപ്പോൾ ഈ ഒരു ഏരിയ. ഇത് നമുക്ക് നാളെ ഞാൻ കാണിച്ചു തരാട്ടെ എത്രത്തോളം ഫലപ്രദമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സെറ്റാക്കിയാൽ മതിയല്ലോ. ബാക്കി ഇനി വെയിലില്ല, ഇനി കുറച്ച് കുഞ്ഞിപ്പുല്ലുണ്ട് ഇവിടെ. വീടിനോട് ചേർന്ന് കുറച്ച് കുഞ്ഞിപ്പുല്ല് ഓരോ ഇവിടെ ഒന്നും ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കയ്യാറായിട്ടോ. ഇത് കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളത് സെറ്റാക്കുള്ളൂ കേട്ടോ. ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കരിഞ്ഞ് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നാളെ നമുക്ക് ചെക്ക് ചെയ്യാം. വെയിറ്റ്. അപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ, ഡേ 2. നമ്മൾ ഇന്നലെ പുല്ലിന് വിഷമെല്ലാം മരുന്നടിച്ചില്ലേ. എവിടെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് മാറിയിരിക്കണു. ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുത്ത് വല്ല ഫാൾട്ടാണോ എന്ന് എനിക്കറിയില്ല. നോക്കിയേ, ഇവിടെ കണ്ടോ, ഇവിടെ നല്ല തുടുത്ത് നിൽക്കുന്ന പച്ചയാണ്. പക്ഷെ ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഇത് അത്യാവശ്യം വലിയ പുല്ലാണ്. ഇനി ചെറുതൊന്നും പോയേക്കാം കേട്ടോ. നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല, വാട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റേ നോക്കട്ടെ കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്, ചെറിയൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിലും ചെറിയൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 70% കൊടുക്കാം. 70% അല്ല, ഒരു 65-70 ഉള്ളിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിക്സിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നതിൽ എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു 70% വർക്കിംഗ് ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയ പുല്ലുണ്ടല്ലോ, ഇത് നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് പരന്ന ഒരു പുല്ലല്ലേ,
ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കരിഞ്ഞു പോയേക്കാം. അപ്പോൾ ഓക്കെ ബൈ.